മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന കഹാനിയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പരിവാറിനെ കിസ് ഷഹർ സെ യാത്ര ശുരു കി? കുടുംബം ഏത് പട്ടണത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്? ശുരു എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക. ഏത് പട്ടണത്തിൽ നിന്നുമാണ് ആ കുടുംബം യാത്ര ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ദില്ലിയിൽ നിന്ന്. പരിവാർ കഹാം ജാ രഹാ താ? കുടുംബം എവിടേക്ക് പോവുകയായിരുന്നു? ദില്ലിയിൽ നിന്നും എങ്ങോട്ടേക്കാണ് അവർ പോയത് എന്നാണ് ചോദ്യം. എങ്ങോട്ടേക്കാണ്? ഹോഷിയാർപൂർ. എവിടെയാണ്? ഹോഷിയാർപൂർ. യാത്ര കിസ് ഉദ്ദേശസേ കി ജാ രഹി തി? അവരുടെ യാത്ര എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരുന്നു? അതായത് അവർ എന്തിനു വേണ്ടിയാണ് പോയത്? എന്തിനു വേണ്ടിയാണ്? എന്ത് ഉദ്ദേശത്തിലായിരുന്നു അവരുടെ യാത്ര? ഷാദി മേം ഷാമിൽ ഹോനെ കെ ലിയെ. ഷാദി മേം ഷാമിൽ ഹോനെ കെ ലിയെ. ഷാദി പറഞ്ഞാൽ വിവാഹം. ഷാമിൽ ഹോന പങ്കെടുക്കുക. വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയായിരുന്നു അവർ പോയത്? വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. എവിടെ നിന്ന് എവിടേക്കാണ് പോയത്? ദില്ലിയിൽ നിന്നും ഹോഷിയാർപൂറിലേക്ക് പോയി. എന്തിനു വേണ്ടി? വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പതിനെ കിസ് കോച്ച് സെ യാത്ര കർണേക്ക നിർണയ ലിയ? ഭർത്താവ്, അതായത് നമ്മുടെ ഗിഡ്കി എന്ന കഹാനിയിലെ കഥാപാത്രമായിട്ടുള്ള ഭർത്താവ്. ആ ഭർത്താവ് കിസ് കോച്ച് സെ, ഏത് കോച്ചിലാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്? നിർണയില്ല. നിർണയം പറഞ്ഞാൽ തീരുമാനം. ഏത് കോച്ചിൽ യാത്ര ചെയ്യണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരുന്നത്? ജനറൽ കോച്ച് സെ. ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത്. യാത്രയ്ക്ക് സമയ മൗസം കൈസാദ? അവർ യാത്ര ചെയ്യുന്ന സമയത്ത് മൗസം, കാലാവസ്ഥ എങ്ങനെയായിരുന്നു? എങ്ങനെയുള്ള കാലാവസ്ഥയിലായിരുന്നു അവരുടെ യാത്ര എന്നാണ് ചോദ്യം. എങ്ങനെയുള്ള കാലാവസ്ഥയിലായിരുന്നു? സർദിക്ക് ഹൽക്കി ദസ്തഗതി. സർദി തണുപ്പ്, ഹൽക്കി നേരിയ തണുപ്പിന്റെ അനുഭവം. നേരിയ ഒരു തണുപ്പുള്ള ദിവസമായിരുന്നു അവർ യാത്ര പുറപ്പെട്ടിരുന്ന ദിവസം. അവർ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം എങ്ങനെയുള്ള ദിവസമായിരുന്നു? നേരിയ തണുപ്പുള്ള ദിവസമായിരുന്നു. യാത്ര ചെയ്യാനൊക്കെ വളരെ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. നേരിയ തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു എന്നാണ് പറഞ്ഞത്. ബച്ചോനെ കോൻസി സീറ്റ് ജബഡ് ലി? കുട്ടികൾ ഏത് സീറ്റാണ് കരസ്ഥമാക്കിയത്? ജബഡ് ലി പറഞ്ഞാൽ പിടിച്ചെടുത്തു, കരസ്ഥമാക്കി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ കുട്ടികൾ പിടിച്ചെടുത്ത അല്ലെങ്കിൽ കരസ്ഥമാക്കിയ സീറ്റ് ഏതായിരുന്നു? ഗിഡ്കി വാലി സീറ്റ്. ഗിഡ്കി വാലി സീറ്റ്, വിൻഡോ സീറ്റാണ് അവർ കരസ്ഥമാക്കിയത്. യുവതി ക്യാ ബേച്ച് രഹി തി? യുവതി, അങ്ങനെ ആ യാത്രയിൽ അവർ കണ്ടതും പരിചയപ്പെട്ടതുമായിട്ടുള്ള യുവതിയിലെ ആ യുവതി ക്യാ ബേച്ച് രഹി തി? എന്ത് വിൽപ്പന നടത്തുകയായിരുന്നു? ആ ട്രെയിനിൽ വെച്ച് കണ്ട യുവതി എന്താണ് വിൽപ്പന നടത്തിയിരുന്നത്? ജമ്മു കി ഷാൾ. എന്താണ്? ജമ്മു കി ഷാളേം. ജമ്മു കി ഷാളേം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഷാളുകൾ. ജമ്മു കാശ്മീരിലെ ഷാളുകളാണ് ആ യുവതി വിൽപ്പന നടത്തിയിരുന്നത്. ഏത് യുവതി? ട്രെയിനിൽ വെച്ച് കണ്ട യുവതി അല്ലേ? പത്നി കിത്തനി ഷാളേ ലേനെ കോ തയ്യാർ ഹോത്തി ഹേ? നമ്മുടെ കഥാപാത്രമായിട്ടുള്ള പത്നി, ഭാര്യ, ലേഖകന്റെ ഭാര്യ കിത്തനി ഷാളേം ലേനെ കോ തയ്യാർ ഹോത്തി ഹേ? എത്ര ഷാളുകൾ വാങ്ങാനാണ് തയ്യാറായത്? 5 ഷാളേം, 5 ഷാളുകൾ. പതിയുടെ പത്നി, നമ്മളുടെ ഈ കഥയിലുള്ള പതിയുടെ പത്നി എത്ര ഷാളുകൾ വാങ്ങാൻ വേണ്ടിയാണ് തയ്യാറായത്? എത്ര ഷാളുകളാണ്? 5 ഷാളേം, 5 ഷാളുകൾ വാങ്ങാനാണ് അവർ തയ്യാറായത്.
തോൽമോൽ കെ ബാദ് ഷാൾ കി കീമത്ത് കിത്തനി തൈ ഹുയി. തോൽമോൽ കർണ പറഞ്ഞ വില പേശുക. തോൽമോൽ കെ ബാദ് വില പേശലിന് ശേഷം, ബാദ് പറഞ്ഞ ശേഷം, വില പേശലിന് ശേഷം, ഷാൾ കി കീമത്ത് ഷാളിന്റെ വില, കിത്തനി തൈ ഹുയി എത്രയാണ് തീരുമാനിച്ചത്. വില പേശിയിട്ട് ലാസ്റ്റ് അവരൊരു വില കണ്ടൂല്ലേ, ഇന്ന വിലക്ക് നൽകാം എന്ന് അവസാനം ഒരു വില ഉറപ്പിച്ചില്ലേ, ആ വില എത്രയായിരുന്നു, അവർ തീരുമാനിച്ച വില എത്രയായിരുന്നു എന്നാണ് ചോദ്യം. എത്രയായിരുന്നു? 150 രൂപയെ പ്രതി ഷാൾ. ഓരോ പീസ് ഷാളിന് എത്രയാണ്? 150 രൂപ. 150 രൂപയാണ് വില പേശലിന് ശേഷം ഒരു ഷാളിന് അവർ നിശ്ചയിച്ച തുക അല്ലേ. ആദ്യം തന്നെ യുവതി പറഞ്ഞ വില എത്രയായിരുന്നു? 250 രൂപയായിരുന്നു യുവതി ആദ്യം തന്നെ ഷാളിന് പറഞ്ഞ വില. അപ്പോ പത്നി വില പേശൽ ചെയ്തിട്ട് വില കുറച്ചു. ആദ്യം തന്നെ 100 രൂപ പറഞ്ഞു. അപ്പൊ യുവതിക്ക് വളരെയധികം വിഷമമായി. അത്രയും വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ യുവതിക്ക് അതിൽ യാതൊരു ലാഭവും ഉണ്ടാവുകയില്ല അല്ലെ. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും തൊണ്ടയിടറുകയും ചെയ്തു. അങ്ങനെ പത്നി പറയുന്നു, എങ്കിൽ 2 പേർക്കും മോശമില്ലാത്ത ഒരു വില, 2 പേർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു വില ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് 150 രൂപ പറയുന്നു. ഉടൻ തന്നെ യുവതി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണ് അവസാനം 150 രൂപയ്ക്ക് ഷാള് വിൽക്കുന്നത്. कीमत तय होते समय युवती के चेहरे पर क्या भाव था. വില തീരുമാനിക്കുന്ന സമയത്ത് യുവതിയുടെ മുഖത്തുണ്ടായ ഭാവം എന്തായിരുന്നു? വില പേശുന്ന സമയത്ത് വില അങ്ങനെ കുറച്ച് പറയാണ് അല്ലെ. ആ സമയത്ത് യുവതിയുടെ കണ്ണുകളിലെ ഭാവം, ചേഹരെ മുഖത്തുണ്ടായ ഭാവം എന്തായിരുന്നു? ഉസ്കാ ഗല രോന്ത് ഗയാ ആർ ആങ്കേ ബർ ആയി. അവളുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. അവളുടെ തൊണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. युवती के जाने के बाद पत्नी की सुई किस बात पर अटकी रही. യുവതി പോയതിനു ശേഷം, അങ്ങനെ ഷാൾ വിൽപ്പന നടത്തി യുവതി പോയി. യുവതി പോയതിനു ശേഷം പത്നിക്ക് സുയി, പത്നിയുടെ ചിന്ത, കിസ് ബാത്ത് പർ അടക്കി രഹി, എന്ത് കാര്യത്തിലാണ് തങ്ങി നിന്നത്? ഏതോ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ചിന്തിച്ച് നിൽക്കുകയാണ് ആര്? നമ്മുടെ പത്നി അല്ലേ. യുവതി വിൽപ്പനയൊക്കെ നടത്തി പോയിട്ടുണ്ട്, എന്നിട്ടും പത്നി എന്തോ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. അവരുടെ ചിന്ത എന്തിലാണ് ഉണ്ടായിരുന്നത്, എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചത് എന്നാണ് ചോദ്യം. പത്നി സോച്ച് രഹീദിക്ക്, പത്നി ചിന്തിച്ച കാര്യം എന്തെന്നാൽ ഔർ തോൽമോൽ കർണ ചാഹിയത, ഇനിയും വില പേശാമായിരുന്നു. 150 രൂപ എന്ന് ഒറ്റ തവണ പറഞ്ഞപ്പോഴത്തേക്കും യുവതി എന്ത് ചെയ്തു? സമ്മതിച്ചു അല്ലേ. അതുകൊണ്ട് ഇനിയും വില പേശാമായിരുന്നു. ഇനിയും വില പേശിയിരുന്നെങ്കിൽ ഇതിലും കുറച്ച് ലഭിക്കുമായിരുന്നു എന്നാണ് ആര് ചിന്തിക്കുന്നത്? പത്നി ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ പത്നിയുടെ ചിന്ത എന്തായിരുന്നു? ഇനിയും വില പേശാമായിരുന്നു എന്നാണ് അവര് ചിന്തിക്കുന്നത്. പതി ക്യാ ദേഖ്കർ അതീത് കെ ബാരെ മേ സോച്നെ ലഗ. ഭർത്താവ് എന്ത് കണ്ടിട്ടാണ് കഴിഞ്ഞു പോയ കാലത്തിലേക്ക്, ഭർത്താവിന്റെ ചിന്ത പോയല്ലോ, ഭർത്താവ് കഴിഞ്ഞ കാലങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ എന്ത് കണ്ടിട്ടാണ് ഭർത്താവ് കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? യുവതിക്ക് ആങ്കോങ്കി നമി ആർ ദുഃഖ് ദേഖ്കർ, യുവതിയുടെ കണ്ണുകളിലെ നനവും, നമി നനവ്, നനവും ദുഃഖവും കണ്ടിട്ട്. യുവതിക്ക് ആങ്കോങ്കി നമി ആർ ദുഃഖ് ദേക്കർ, യുവതിയുടെ കണ്ണുകളിലെ നനവും ദുഃഖവും കണ്ടപ്പോഴാണ് നമ്മുടെ ഭർത്താവ്, ഈ കഥയിലുള്ള പതി, കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കാം ഭർത്താവ് കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ചിന്തിച്ചത്? യുവതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ. നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ഭർത്താവിൻ്റെ പിതാവ് ഇതുപോലെ
റെയിൽ ഗാഡിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം കുടുംബം നോക്കിയിരുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ ഭർത്താവിന് കുട്ടിക്കാലത്ത് നടന്ന കാര്യം, തൻ്റെ അച്ഛൻ വളരെയധികം ക്ഷീണിതനും വിവശനുമായിട്ട് മടങ്ങി വരുന്നതും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉണ്ടാകുന്ന നനവുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. युवती की आंखों की नमी देखकर पति को किसकी याद आई. യുവതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ ഭർത്താവിന് കിസ്കി യാദ് ആയി, ആരുടെ ഓർമ്മയാണ് ഉണ്ടായത്? അപ്പനെ പിതാക്കി യാദ് ആയി, സ്വന്തം പിതാവിന്റെ ഓർമ്മയാണ് ഉണ്ടായത്. പതിക്കെ പിതാ ക്യാ കർത്തേ ദേ, പതിയുടെ പിതാവ് എന്താണ് ചെയ്തിരുന്നത്? നമ്മുടെ ഗിഡ്കി എന്ന കഹാനിയിലെ ഭർത്താവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവ് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എന്നാണ് ചോദ്യം. റെയിൽ ഗാഡിമേ സാമാൻ ബേച്ച്തേ, എന്താണ് ചെയ്തിരുന്നത്? റെയിൽ ഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. കഹാനി കാ മുഖ്യ ഭാവ് ക്യാ ഹെ, കഥയിലെ മുഖ്യഭാവം എന്താണ്? സഹാനുഭൂതിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചോയ്സ് തന്നിട്ട് അതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മളിപ്പോൾ പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 15 ചോദ്യവും അതിനുത്തരവും പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിനി നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കാം. പരിവാറിനെ കിസ് ഷഹർ സെ യാത്ര ശുരു കി ഥി, കുടുംബം ഏത് പട്ടണത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്? നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ. ഏത് പട്ടണത്തിൽ നിന്നാണ്? ദില്ലി അല്ലേ, ദില്ലി. പരിവാർ കഹാം ജാ രഹാ ഥാ, കുടുംബം എവിടെ പോവുകയായിരുന്നു? ഹോഷിയാർപൂർ. പരിവാർ കൈസെ യാത്ര കർ രഹാ ഥാ, റെയിൽ ഗാഡി അല്ലേ. കുടുംബം എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത്? റെയിൽ ഗാഡിയിൽ. ഗിഡ്കി വാലി സീറ്റ് കിസ്നെ ജബഡ്ലി, ആരാണ് വിൻഡോ സീറ്റ് കരസ്ഥമാക്കിയത്? ബച്ചു അമ്മ അല്ലേ, കുട്ടികൾ. യുവതി ക്യാ ബേച്ച് രഹി ഥി, യുവതി എന്താണ് വിൽപ്പന നടത്തിയിരുന്നത്? ഷാളുകളാണ് വിൽപ്പന നടത്തിയിരുന്നത്. യുവതിനെ ശുരു മേം ക്യാ ഷാൾ കി കീമത്ത് കിതനി ബതായി, യുവതി തുടക്കത്തിൽ ഷാളിന് പറഞ്ഞ വില എത്രയായിരുന്നു? 250 രൂപ അല്ലേ. 200, 150, 300, 250, അതാണ് 250 രൂപ. अंत में युवती कितने रुपये में ഷാൾ देने को तैयार हुई, അവസാന യുവതി എത്ര രൂപയ്ക്കാണ് ഷാൾ നൽകാൻ തയ്യാറായത്? 150 രൂപയ്ക്ക്. കുൽ കിത്തനി ഷാളേം ഖരീദി ഗയി, ടോട്ടൽ എത്ര ഷാളാണ് വാങ്ങിയത്? എത്ര ഷാളാണ്? 5 ഷാളാണ് വാങ്ങിയത്. പത്നിനെ ക്യാ സോച്ച്കർ അഫ്സോസ് കിയ, ഭാര്യ എന്ത് ചിന്തിച്ചാണ് ദുഃഖിതയായത്? ജ്യാദാ പൈസേ ദേ ദിയെ, കൂടുതൽ പൈസ നൽകി എന്നായിരുന്നു അവരുടെ ചിന്ത. കുറച്ചുകൂടെ വില പേശിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് കിട്ടുമായിരുന്നു, ഇപ്പൊ കൊടുത്തത് കുറച്ച് കൂടുതലാണ് എന്ന ചിന്തയായിരുന്നു ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. പതി കിസ്കി ആങ്കോം കി നമി ദേക്കർ പ്രഭാവിത ഹുവ, പതി ആരുടെ കണ്ണുകളിലെ നനവ് കണ്ടിട്ടാണ് പ്രഭാവിതനായത്? യുവതിയുടെ കണ്ണിലെ നനവ് കണ്ടിട്ട്. യുവതി കി ആങ്കോं की നമി ദേഖകർ പതി കോ കിസ്കി യാദ് ആയി, യുവതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ ഭർത്താവ് ആരെയാണ് ഓർത്തത്? അപ്പനെ പിതാ, സ്വന്തം പിതാവിനെയാണ് ഓർത്തത്. പതി കെ പിതാ ക്യാ കർത്തേ ദേ, പതിയുടെ പിതാവ് എന്ത് ചെയ്തിരുന്നു? എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ക്യാ കർത്തേ ദേ, എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്? റെയിൽ ഗാഡിമേ സാമാൻ ബേച്ച്തേ ദേ, റെയിൽ ഗാഡി സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. പതിനെ യുവതിക്കോ കിത്തനെ പൈസേ ദിയെ, ഭർത്താവ് യുവതിക്ക്
എത്ര പൈസയാണ് നൽകിയത്? 5 ഷാളിൻ്റെ വില നൽകിയില്ലേ? 5 ഷാളിൻ്റെ വില എത്രയാണ്? 750 രൂപ നൽകി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒരു 5 തവണയെങ്കിലും നന്നായിട്ട് വായിച്ച് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക.